വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പി സി ജോർജും മകൻ ഷോൺ ജോർജുമാണ് ഇപ്പോൾ താരങ്ങൾ അല്ലെങ്കിൽ വിവാദ നായകൻ എന്ന് പറയാം. അവർ പരസ്യമായിട്ട് സഭാ നേതൃത്വത്തിന് നേരെ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ദീപിക പത്രം പരസ്യമായിട്ട് ജോർജ് വിരുദ്ധ നിലപാടെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ പള്ളി ഏതാണ്ട് UDF അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം പറയുന്നതിൽ, ഷോൺ ജോർജ് പറയുന്നതിലൊക്കെ വളരെ കാര്യമുണ്ട്. കാരണം ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ടോ അന്നൊക്കെ അവരുടെ കൂടെ ഷോൺ ജോർജും പി സി ജോർജും BJP ഒക്കെ ഉണ്ടായിരുന്നു. ഈ UDF നേതാക്കൾ എന്താണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJP ആണ്. എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് UDF കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിന് ദീപിക പത്രത്തിലൂടെ ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് എടുക്കുന്നത്. ഈ ദീപിക പത്രം തന്നെ ഒരു ഘട്ടത്തിൽ മറ്റു ചില ആളുകളൊക്കെ തന്നെ അത് വ്യാപാര പ്രമുഖരുടെ അവരുടെയൊക്കെ താല്പര്യം എന്തായിരുന്നു നമുക്കറിയാം. ഫാരിസ് അബൂബക്കറിന്റെ ഒക്കെ അവസാനം കാശ് കൊടുത്തവരെ തിരിച്ചു വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അന്നും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു പി സി ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുതയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതൊരു സജീവ ചർച്ചാ വിഷയമായിരിക്കാണ്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനോറിറ്റി ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു ഇത്. കാരണം കേരളത്തിന്റെ ഡെമോഗ്രഫിയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ BJPയുമായിട്ട് അവർ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഗോവയിൽ ക്രിസ്ത്യാനികൾക്ക് നിർണായകമായ സ്വാധീനമുള്ള പ്രദേശത്തും BJPയാണ് ഭരിക്കുന്നത്. അവർ BJPയുടെ കൂടെ നിൽക്കുന്നു. കേരളത്തിലും ക്രിസ്ത്യാനികളെ BJPയുടെ കൂടെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് BJP നടത്തിയത്. പൊതുവെ ക്രിസ്ത്യൻ സംഘടനകൾ, ക്രിസ്ത്യൻ അണികൾക്കൊക്കെ തന്നെ BJPയുടെ ഒരു മമതയുണ്ടായിരുന്നു. പക്ഷേ ചില മതമേധാവികൾ പരസ്യമായിട്ട് ഒരു BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഷോൺ ജോർജ് രംഗത്ത് വന്നത്. എന്താണ് ഷോൺ ജോർജിന്റെ ഒരു പൊട്ടിത്തെറിയെ കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് തോന്നുന്നത്, ഒന്ന്, ക്രിസ്ത്യൻ വോട്ട് പ്രതീക്ഷിച്ച പോലെ BJPക്ക് പാലാ, പൂഞ്ഞാർ, തിരുവല്ല ഇത്തരം മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം വലിയൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. മോദി ഉൾപ്പെടെ എത്തി പ്രചരണത്തിനൊക്കെ വന്നു. ഇത്തവണ നല്ലൊരു പ്രതീക്ഷ കണ്ടിരുന്നു. കാരണം നല്ല സ്ഥാനാർത്ഥികളെയാണ് രംഗത്ത് ഇറക്കിയത്. പി സി ജോർജിന്റെ സ്വാധീനം നമുക്കറിയാം. അതുകൂടാതെ തന്നെ ഷോൺ ആണെങ്കിലും, പിന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചു, പിന്നെ അനൂപ് ആന്റണി തിരുവല്ലയിൽ. അപ്പം ഒരു 3-4 മണ്ഡലങ്ങളിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റും. BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇതെല്ലാം. അതാണ് BJPക്ക് വോട്ടുണ്ട്. BJPയുടെ വോട്ട് 30,000-ലധികം വോട്ടുള്ള മണ്ഡലങ്ങളാണ് ഇതെല്ലാം. അതിനുപരിയായിട്ട് ഈ ക്രിസ്ത്യൻ സ്വാധീനം കൂടെ ഒരു പോർഷൻ തന്നെയും കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം, അറ്റ്ലീസ്റ്റ് സഭയെ എതിർക്കാതെ നിന്നാൽ തന്നെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഈ ഒരു പ്രസ്താവന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം ഈ മണ്ഡലങ്ങളൊന്നും BJPക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, NDAക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഏതാണ്ട് എവിഡന്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു വിശകലനത്തിന് മുതിരുന്നത് എനിക്ക് തോന്നുന്നു മെയ് 4-ന് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ ബൂത്തുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് തീർച്ചയായും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നൊക്കെ BJPക്ക് വോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇലക്ഷന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം. ഈ പ്രസ്താവന പെട്ടെന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബേസിക് ആയുള്ള കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഒരു പുറത്ത് നടന്നൊരു സംഭവം അല്ലല്ലോ. ശരിക്കും ഒരു BJP വർഷങ്ങളായിട്ട് ആളുകൾ അവരുടെ ഇടയിൽ തന്നെ, ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ഇടയിൽ തന്നെ BJPയോടൊരു മമതയുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഒരു കുറെ ആളുകളൊക്കെയാണ് BJP ഒരു ആന്റി ക്രിസ്ത്യൻ ആണെന്നുള്ള ധാരണ ഉണ്ടാക്കിയത്. അതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായി. നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ട്, ഒരുപാട് MLA-മാരുണ്ട്, MP-മാരുണ്ട്. NDAയിലെ ഒട്ടുമിക്ക ലീഡേഴ്സും, അതായത് നോർത്ത് ഈസ്റ്റിലെ ലീഡേഴ്സും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. നാഗാലാൻഡ്, മണിപ്പൂര്, പിന്നെ മിസോറാം. അപ്പൊ അതുകൊണ്ട് ഗോവയിലാണെങ്കിലും നിലവിൽ 2-3 ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഉണ്ട് ഗോവയില്, പ്രമോദ് സാവന്റിന്റെ മന്ത്രിസഭയിൽ. അപ്പൊ അതുകൊണ്ട് അത് എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ഭയം അമിതമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഉത്തരേന്ത്യ, ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 145-150 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാഷ്ട്രമാണ്. പല സ്ഥലത്തും പല വിഷയങ്ങളുണ്ടാവും, പ്രാദേശിക വിഷയങ്ങളുണ്ട്. അതിൽ മതത്തിന്റെ ഒരു പ്രത്യേക ടോണിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ചാനലുകാരും രാഷ്ട്രീയക്കാരും അവർക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗക്കാർ BJPയിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് UDF കാർക്ക്. LDF മോശമല്ല, ഒട്ടും മോശമല്ല. അപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം വന്നത് BJPക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. കാരണം 6 മണ്ഡലങ്ങളിൽ, 7 തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലം 7-ൽ 6-ലും BJP ലീഡ് ചെയ്തു. സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലം പിടിച്ചു. ഒല്ലൂര് പോലെയുള്ള, അല്ലെങ്കിൽ പുതുക്കാട് പോലെയുള്ള ക്രിസ്ത്യൻ ജനസംഖ്യ നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങൾ, ഒരുവിധ എല്ലാ മണ്ഡലങ്ങളും ഒരുപാട് വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഇത് തുടരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
പിക്ചർ നേരെ തിരിഞ്ഞു എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വാർഡുകളിലൊക്കെ BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരുന്നു. പക്ഷെ അവർക്കൊന്നും വിജയിക്കാൻ സാധിച്ചില്ല. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് തന്നെ തിരികെ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ സഭാ നേതൃത്വം എപ്പോഴും UDFിന് അനുകൂലമായുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എപ്പോഴും BJPയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ഒരു സഭാ നേതൃത്വം കൂടിയാണ് ഇപ്പോൾ. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഒരുപാട് ഇൻസിഡൻസ് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒപ്പം നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിലൊക്കെ നമുക്കറിയാം അദ്ദേഹം പള്ളി സന്ദർശിച്ചതും കുർബാനയിൽ പങ്കെടുത്തതൊക്കെ. അത് മാത്രമല്ല അദ്ദേഹം ഓരോ വിഷയങ്ങളും സജീവമായിട്ട് ഇടപെടാറുണ്ട്. ഇവിടുത്തെ MP-മാര് അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കളെല്ലാം നല്ല രീതിയിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അത് ഓൾറെഡി പറഞ്ഞ ഛത്തീസ്ഗഡിലെ വിഷയമാണെങ്കിലും FCRI ഇപ്പം മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. പക്ഷെ എന്നിട്ടും കാര്യം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ സഭാപിതാക്കന്മാരും ബിഷപ്പുമാരെല്ലാം ഓപ്പൺ ആയിട്ടുള്ള UDF സ്റ്റാൻഡ് എടുക്കുന്നുള്ളതാണ്. ശരിക്കും PC ജോർജും ഷോൺ ജോർജും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഓക്കെ UDFിനോട് ഒരു അനുകൂല നിലപാട് അവർ എടുത്തോട്ടെ, പക്ഷെ ഓപ്പൺ ആയിട്ട് ഉള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നു. BJP വിരുദ്ധത പ്രചരിപ്പിക്കുന്നു ദീപിക പത്രം വഴി. അതുകൂടാതെ തന്നെ കുറെ ബിഷപ്പുമാരൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ പറയുന്നു, അവിടെ ഇതിങ്ങനെ ഉണ്ടാവുന്നു, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിക്കുന്നു, ഇവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു, കാളിയമ്പി എന്ന് കളിയമ്പി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു പ്രമുഖ പുരോഹിതൻ, കേരളത്തിലുള്ള പ്രമുഖ പുരോഹിതൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അത്രയും പ്രമുഖനാണ്, കർദിനാളോ ആ ലെവലിലുള്ള ഒരാളാണെന്നാണ്. ആരാണെന്ന് അദ്ദേഹം പറയുന്നില്ല, കാരണം ഈ പേര് പറയാത്തത് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ ഇയാളുടെ സോഴ്സിനെ വെളിപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപെടാനൊക്കെ അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകൾ, ആ ഒരു അന്തർദേശീയ തലത്തിലുള്ളൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഇവിടെ നിന്ന് പറയുന്ന പോലെയല്ല, അദ്ദേഹം അവിടെ വന്നിട്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ മുഴുവൻ പീഡനമാണ് എന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു നിലപാടാണെന്ന്. പൊതുവെ ഇന്ത്യയില് ചെറിയ ഇഷ്യൂസ് വരെ എടുത്തത്, ഇവിടെ ഇപ്പൊ മതപരിവർത്തന ശ്രമങ്ങൾ എത്ര നടക്കുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയത എത്രത്തോളം ഉണ്ട്. കാരണം ഹിന്ദു സമൂഹം സംഘടിതരായിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഈ കൺവേർഷനെ എതിർക്കും, സ്വാഭാവികമായിട്ടും എതിർക്കും. അപ്പൊ അത് ആ തലത്തിൽ കാണുക എന്നല്ലാതെ, അത് ചെറിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആരാണോ നിയമം ലംഘിക്കുന്നത് അത് ഒരു വിഷയമല്ലാതെയാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. പല പാസ്റ്റർമാരും ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അവിടെ നിയമലംഘനം നടത്തിയതാണ്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഗുരുതരമായ വകുപ്പുകളൊക്കെയാണ് അവർക്കെതിരെ ചുമത്തിരിക്കുന്നത്. അതായത് ഈ മതപരിവർത്തനത്തിന്റെ മറവിൽ അവിടെ പല പ്രവർത്തനവും നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ പെന്തക്കോസ്ത് സഭയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ. പക്ഷെ അത് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഏകവിഷയമായിട്ട് ഭാഗം പിടിച്ചു രാഷ്ട്രീയക്കാരും. ഇപ്പൊ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അവിടെ പോയിട്ട് ഇവിടുത്തെ അനൂപ് ആന്റണിയും ഷോൺ ജോർജൊക്കെ പോയിട്ടാണ്, രാജീവ് ചന്ദ്രശേഖരൊക്കെ ഓപ്പൺ ആയിട്ട് പോയി അവിടെ പോയി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അറിയാലോ, ഛത്തീസ്ഗഡ് BJP ആണ് ഭരിക്കുന്നത്. അവർക്ക് അവിടെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. കൺവേർഷനെതിരെ കുരിശുദ്ധം അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടാണ് BJP. പക്ഷെ വേറൊരു കാര്യം, അതിലൊരു മറുവശം എന്ന് പറയുന്നത്, മതപരിവർത്തന നിരോധന നിയമങ്ങളൊന്നും കൊണ്ടുവന്ന BJP സർക്കാർ, അതെല്ലാം കോൺഗ്രസ് സർക്കാരുകളാണ്. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നമാണല്ലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഗോത്രവർഗ മേഖലയിലൊക്കെ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷേ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി കുറെ ആളുകൾ പോകുന്നു, ഹൈബി ഈഡൻ, കോൺഗ്രസിന്റെ കുറെ ആളുകൾ, ജോൺ ബ്രിട്ടാസ്, എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സാധാരണക്കാരുടെ ഒരുപാട് വോട്ട് BJPക്ക് കിട്ടും. അതിന് ഈ പറയുന്ന സഭാപിതാക്കന്മാരുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായ ആളുകളാണ്. അവർക്ക് ഒരു പക്ഷെ മതം ഉണ്ടാവും, ഒരു ആരാധനാ രീതി എന്ന നിലയിൽ. അല്ലാതെ അവര് ഒരു ഇപ്പൊ നേരത്തെ ഒരു പാൻ ഇസ്ലാമിക് സംവിധാനത്തെ പോലെ അവർ അങ്ങനത്തെ ഒരു ക്രൈസ്തവരല്ല. അവർ ഈ നാട്ടിലെ പാരമ്പര്യത്തോടും നാട്ടിനോടും മമതയുള്ള ആളുകളാണ്. ആ ആളുകളാണ് BJPയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഒന്ന് മോദിയുടെ നേതൃത്വം, അതിനോടുള്ള താല്പര്യം, ഇന്ത്യ ഒരു ലോകശക്തിയായിട്ട് മാറുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. ഒന്നാമത് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാടുള്ള, മറ്റ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് അവർക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ രീതിയിൽ ഇപ്പൊ ഈ ഷോൺ ജോർജിന്റെ വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നല്ലൊരു പിന്തുണ ഷോൺ ജോർജിനും PC ജോർജിനൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ സഭാ പിതാക്കന്മാർ, അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായുള്ള താല്പര്യമുണ്ട്, അവർക്ക് അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. കാരണം അവരൊരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആളുകളാണ്. ഇപ്പൊ CPM-നെ പോലെ അവരും വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ തന്നെ വലിയ സ്ഥാപനങ്ങളാണ്. അപ്പൊ അവർക്ക് നിലവിലുള്ള സംസ്ഥാനത്തെ ഒരു ഭരണകൂടത്തെ പിണക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഷോൺ ജോർജ് ഒക്കെ ചോദിച്ചത്, ഈ UDF നേതാക്കൾ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത്? ഒരു സൊസൈറ്റി എന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ ഒന്നും ചെയ്തില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത്തരം എലൈറ്റ് ക്ലാസ്സിന് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. സഭയിലെ സാധാരണ വിശ്വാസികൾക്ക് അത് PC ജോർജ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ ഈ സഭയുടെ ഭാഗമാണ്,
ഞാൻ കുർബാന കൊള്ളുന്ന ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഒരിക്കലും സഭയ്ക്കെതിരെയല്ല പറഞ്ഞിരിക്കുന്നത്, സഭയുടെ നേതൃത്വത്തിനെതിരെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞത്. കാരണം സഭയ്ക്കെതിരെ ഞാൻ എന്തിനാ പറയേണ്ടത്, പക്ഷെ ഞാൻ ഈ സഭയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ക്ലാരിറ്റി ഉണ്ട്. അതാണ് ഒരു സിറ്റുവേഷൻ. പിന്നെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് ഈ ഒരു ഇലക്ഷനോട് കൂടി നമുക്ക് അറിയാൻ സാധിക്കും. കാരണം സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തോടുള്ള ഒരു സിമ്പതി വേവ്, സ്ത്രീ വോട്ടർമാർ, ജാതി മതത്തിന് അതീതമായുള്ള സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ, അതൊക്കെ അവിടെ ഒരു ഘടകമായിട്ടില്ല. പക്ഷെ അത് പിന്നെ എവിടെയും റിഫ്ലക്ട് ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുണ്ടായിരുന്നു, പക്ഷെ അതുണ്ടായില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ ക്രിസ്ത്യൻ ബെൽറ്റുകളൊന്നും നല്ല പെർഫോമൻസ് ബി ജെ പിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രീണന നയത്തിലേക്ക് ബി ജെ പി പോകുന്നതിനെ എതിർക്കുന്നവരാണ് ബി ജെ പി അനുഭാവികളിൽ ബഹുഭൂരിപക്ഷം. അതിനർത്ഥം ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരണ്ടെന്നല്ല. ക്രിസ്ത്യാനികൾ സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് വരും. എല്ലാ വ്യക്തികളെയും ഒരേപോലെ കണ്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ അച്ഛന്മാരെ അല്ലെങ്കിൽ ഈ ബിഷപ്പുമാരുടെ പിറകെ പോയി അവര് വഴി ഔട്ട്സോഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് പല ആളുകൾക്കും താല്പര്യമില്ല. അപ്പം അതിനേക്കാളുപരി ഇവിടെ വേണ്ടത് ശരിക്കും ഒരു ഹിന്ദു ഔട്ട്റീച്ച് ആണെന്നുള്ളൊരു വാദം വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒ ബി സി, SC, ST വിഭാഗം, CPM-ന്റെ ഉറച്ച വോട്ട് ബാങ്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആറ്റിങ്ങല്, ആലപ്പുഴ ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം നമ്മുടെ മുമ്പിൽ നിൽക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പൊ കഴക്കൂട്ടം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പല ഇടത് കോട്ടകളൊക്കെ തകർന്നടിഞ്ഞ് വാർഡുകളൊക്കെ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട്. കടകംപള്ളിയുടെ വാർഡ് പോലും മറഞ്ഞിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ബി ജെ പി കോർപ്പറേഷൻ പിടിക്കാൻ തന്നെ കാരണം കടകംപള്ളി ആ ഒരു കഴക്കൂട്ടത്തെ ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ അവിടെ അറിയില്ല, അവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് നമുക്കറിയാം. അപ്പം ആ ഒരു പ്രോസസ്സ് ബി ജെ പി കുറച്ചുകൂടെ സജീവമായിട്ട് ചെയ്യണം എന്നുള്ളൊരു വാദം വളരെ ശക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടു. സമീപകാലത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ വേണ്ടി വലിയൊരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് ബി ജെ പി നടത്തിയിരുന്നത്. അതിന് കുറെയൊക്കെ ഫലം കണ്ടു തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പല മതമേധാവികളും, പ്രത്യേകിച്ച് PC ജോർജ് പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പുമാരൊക്കെ തന്നെ ബി ജെ പിക്ക് എതിരായ നിലപാടാണ്, UDF പരസ്യമായ നിലപാടാണ് സ്വീകരിച്ചത്. മുമ്പും അങ്ങനെ സ്വീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ PC ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് അവരുടെ നിയമസഭാ പ്രവേശം തടയുന്ന രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് പള്ളിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവർക്കൊരു താൽക്കാലികമായ തിരിച്ചടി, ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലും ഫലത്തിൽ ബി ജെ പിക്ക് താൽക്കാലികമായ ഒരു തിരിച്ചടിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് യാതൊരു പ്രീണനവും നടത്താതെ അവരുടെ ബി ജെ പി നാടിന് വേണ്ടി അല്ലെങ്കിൽ വിവിധ സമൂഹങ്ങൾക്ക് വേണ്ടി നടത്തിയ പദ്ധതികളുടെ പേരിലുള്ള ഒരു ഔട്ട്റീച്ച് ആണ് അവർ നടത്തേണ്ടത്. അല്ലാതെ എന്തെങ്കിലും സൗജന്യങ്ങളൊന്നും വാരിക്കൊടുത്തുകൊണ്ട് ഒരു ഔട്ട്റീച്ച് നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഇതേപോലുള്ള തിരിച്ചടികൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും.